ഇന്നലെ വന്ന സായി കൃഷ്ണന്റെ വീട്ടിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനു ഒരു കടലാസിൽ ഒരു നമ്പർ അതിലേക്ക് കൊടുക്കുന്നു. അതിപ്പം ഫാമിലിയുടെ ആണോ പിആറിന്റെ ആണോ ആരുടെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം അനുവിന് എൻ്റെ നമ്പർ അറിയുമെന്നല്ല എനിക്ക് അറിഞ്ഞൂടാ. അനുവിനെ കാണുന്ന ഇപ്പോൾ എന്താണ്, 16 ലക്ഷത്തിൻ്റെ PR കൊടുത്ത് വന്നവൾ. അനുവിൻ്റെ PR ഭയങ്കര ടോക്സിക്കും, മറ്റുള്ള ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്ന, മറ്റുള്ള ഫാമിലീസിനെ അറ്റാക്ക് ചെയ്യുന്ന PR. ഒരിക്കലും ഒരു PR അങ്ങനെയല്ല. നമുക്ക് അനുമോളുടെ പേജിൽ നിന്ന് മെസ്സേജിൽ നിന്ന് ലൈവ് കാണാൻ പേടിയാവുന്നു. അനുമോളെ വാ അനുമോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനുമോൾ പോകുമ്പോൾ പേടിയാണ്, അവരെന്താണ് ഇതിനടുത്ത് അനുമോളോട് ചെയ്യാൻ പോണത്. അനുമോളുടെ ഫാമിലിയോ ഞാനോ എല്ലാവരും ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ് അനുമോൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് ആ പെണ്ണ് അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു വിന്നറാണ്. ഗെയിം കളിച്ചാലും ഇല്ലെങ്കിലും ഒരു ടാസ്ക് വിൻ ചെയ്തില്ലെങ്കിലും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ സർവൈവർ വിൻ ചെയ്യും. ഇപ്പോൾ ഇന്നലെ തന്നെ സായി പറഞ്ഞു അനുമോളുടെ ചേച്ചി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇത് ചെയ്യുന്നു, ബോട്ട് ക്യാൻവാസ് ചെയ്യുന്നു. പബ്ലിക് പറയുന്ന പോലെ 16 ലക്ഷം രൂപ PR ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്ര രൂപയ്ക്ക് വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരു വോട്ട് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്, വോട്ട് ചെയ്യും ഇന്നയാൾക്ക് വേണ്ടി. അതിനെന്താ തെറ്റെന്താ? ഇത് ഭയങ്കര പാടാണ്. കൂടി അത്ര സമയം നഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരോട്, നമ്മൾ എന്തിനാ അങ്ങനെ സമയം ഇതാകണം. അനുവിൻ്റെ പേജിൽ ചുമ്മാ ഇരുന്നാൽ മതി, നമുക്ക് ഡെയിലി നമുക്ക് 10,000 കണക്കിനോ ലക്ഷക്കണക്കിനോ വോട്ടുകൾ അതിന് കിട്ടും. ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഇറങ്ങി വോട്ട് പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്താണ് ജയിപ്പിക്കേണ്ടത് നമുക്ക്. ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനുമോൾക്കുള്ള അത്ര ഫാൻ ബേസ് വേറൊരു കണ്ടസ്റ്റൻ്റ് ഇല്ലാതെ പോയി. ആരവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വെൽക്കമിങ്, ഒരു പബ്ലിക് വെൽക്കമിങ്, അല്ലെങ്കിൽ ഏതൊരു കണ്ടൻറ്റ് അനുമോൾ ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് റീച്ച് ആവുന്നത് അനുമോൾക്ക് ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാനൊരു യൂട്യൂബർ ഇപ്പോൾ 95 ദിവസമായാലും ആ 95 ദിവസത്തിൽ 60 ദിവസം അനുമോളാണ് കണ്ടൻറ്റ്. നമ്മൾ ഓരോ ദിവസം ആരാണ് കണ്ടൻറ്റ് എണ്ണി നോക്കുമ്പോൾ 60-65 കണ്ടൻറ്റാണ് അവർ ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് എല്ലാവരും അത് ഓടിക്കുന്നത്. ഈ സീസൺ മൊത്തം അനുമോളായിരുന്നു, വേറൊരു കണ്ടൻറ്റ് അവിടെ വർക്കായിട്ടില്ല. ദേ നീഡ് ഡ്രാമ ക്യൂൻ എന്നുള്ള ടൈറ്റിലാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഷോയിനൊരു ഡ്രാമ ക്യൂനെ വേണം. അപ്പോൾ അനുമോൾ അവർ കൊടുത്ത ടൈറ്റിൽ തന്നെ ഡ്രാമ ക്യൂൻ എന്നാണ്. ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പോലും അവിടെ സർവൈവ് ചെയ്തിട്ടില്ല. അനു ഈ സീസണിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുറച്ച് ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്. ഏകദേശം ഒരു ലോണും ഇതൊക്കെ ഞാൻ ഓൾറെഡി ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്ര പോലത്തെ പല ആൾക്കാരും അവരോട് പറഞ്ഞിട്ടാണ് അവർ കാർ എടുത്തത്. ആ ഓടി നടന്ന് ആ കാറിൻ്റെ ലോൺ അടച്ചു വിട്ടുന്ന സമയത്താണ് വീടിൻ്റെ ലോൺ വന്നത്. അതിനിടയ്ക്ക് സ്റ്റാർ മാജിക് എന്നുള്ള ഷോ തീർന്നു. അതിനുശേഷം അനുമോളെ അധികാരം കണ്ടിട്ടില്ല, ചെറിയ ഉദ്ഘാടനങ്ങൾ മാത്രം കാണുന്നുള്ളൂ. അപ്പം ആ ഒരു ഫിനാൻഷ്യൽ സഫറിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് ഈ ഷോയിലേക്ക് പോയത്. PR ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചേക്കാൻ പറ്റുമോ? PR ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കണമെന്നില്ല. അവിടെ കണ്ടന്റും കൊടുക്കണം, ചർച്ചകൾ ഉണ്ടാവണം, നെഗറ്റീവോ പോസിറ്റീവോ. ഇപ്പോൾ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആൾക്കാർ അവിടെ നിലനിർത്തും. അനുമോളെ പറ്റി ചർച്ചകൾ വന്നു, അനുമോൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടി, മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു. അതായത് PR എപ്പോൾ വിസിബിളായി തുടങ്ങി അപ്പം തൊട്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഒരാളെ പർപ്പസ്ഫുള്ളി നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മീഡിയാസ് ഉണ്ട്. അങ്ങനെ കുറച്ച് മീഡിയാസ് അനുമോൾക്കെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. അക്ബർ, ആര്യൻ, അപ്പാനി അല്ലെങ്കിൽ ഈവൻ അസ്താനിക്ക് വരെ സംഭവിച്ച സൈബർ അറ്റാക്കിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ ഓൾറെഡി ഇത് ഡീഗ്രേഡിങ് ചെയ്ത അനീഷ് ആർമീനെയും വേറെയും കുറച്ച് ആൾക്കാരെയും ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് വന്ന വഴിക്ക് പോലും അപ്പാനിയുടെ ആൾക്കാരാണ് വിളിച്ചത്. അപ്പാനി ശരത്തിൻ്റെ വൈഫിനെ അനുമോളുടെ ഫാൻസ് എന്ന് പറഞ്ഞ് വിളിച്ച് ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം വോട്ടിൻ്റെ പേരിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യമൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ തലയിലെടുക്കാൻ ഇത് വരുന്നത്. പിന്നെ ചില അറിയാമല്ലോ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കമൻറ്റ്, മോശം കമൻറ്റ്. അപ്പോൾ ആൾറെഡി ഒരു പോസ്റ്റ് ഇട്ടാലും മോശം കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ മമ്മൂക്കയുടെ PR ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ചേട്ടൻ എന്തായാലും പണി കിട്ടുമോ നോക്കാനാ പറയുന്നത്. ഇനി ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകില്ലേ? ഒരു ഐഡിയ കിട്ടിയാൽ മതി. എന്ത് ഐഡിയ? ആലോചിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഐഡിയ നീ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പോയി ഐഡിയ കൊണ്ടുവരാം. ഹലോ, ഇനിയും ഐഡിയ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ ഗതി മാറാൻ ഒരു എൻട്രി മതി. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. വിനു വിജയാണ് ഇന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. ഹായ്. ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനുമോളിൻ്റെ PR എന്ന നിലയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിനു വിജയനെ കുറിച്ച് ആളുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ. ഇപ്പം അനുമോളിൻ്റെ PR ആണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, ORM ആണെന്ന് ആളുകൾ പറയുന്നു. ഇതിലേതാ ശരി? തിങ് ഈസ് ലൈക്ക്, ഞാൻ അനുമോളിലായിട്ടുള്ളൊരു കൊളാബറേഷൻ ചെയ്തത് അനുമോൾക്ക് ആകെ ഒറ്റ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് പുള്ളിക്കാരിക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് ആർട്ടിസ്റ്റുകൾക്കാണ്, അല്ലെങ്കിൽ ഫെയിമുള്ള ആൾക്കാർക്കാണ്. ഇതുവരെ കപ്പടിച്ചവരെല്ലാവരും ചെറിയ ഫെയിമിൽ പോയി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കയറിയിട്ട് പോസിറ്റീവായിട്ട് കപ്പടിച്ച ആൾക്കാരാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും ഇതുവരെ മുമ്പ് ഏകദേശം 120ഓളം ആൾക്കാർ പോയതുകൊണ്ടും അതിൽ പല ആൾക്കാരും അനുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെല്ലാവരും വിളിച്ച് പറയുന്നൊരു സംഭവമുണ്ട്, അവിടെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം, ഞങ്ങൾക്ക് PR ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ PR എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ PR എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുക, വോട്ട് അടിച്ച് കയറ്റുക, അത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഡീഗ്രേഡ് ചെയ്യുക, മറ്റത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഈ PR-നെ തന്നെ അവർ കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞ ആവശ്യം ഇതാണ്, എനിക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ്, കാരണം ആ ഷോയിൽ നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അനുമോൾ ഒരു ലേഡി ആയതുകൊണ്ട് ഒരു ലേഡി ചെയ്യുന്ന മിസ്റ്റേക്സ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അത് ചാനലിന് അത് പബ്ലിസിറ്റി ചെയ്യണം, അതിൻ്റെ ബിസിനസ് ആക്കണം, അത് കോൺട്രവേഴ്സി ആക്കണം. അതും അനുമോളെ പോലുള്ള ഒരാൾ, കാരണം അനുമോളെ പോലുള്ള ഒരാളെ അവിടെ സെലക്ട് ചെയ്ത് പോലും ദേ നീഡ് ഡ്രാമ ക്യൂൻ എന്നുള്ള ടൈറ്റിലാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഷോയിനൊരു ഡ്രാമ ക്യൂനെ വേണം. അപ്പോൾ അനുമോൾ അവർ കൊടുത്ത ടൈറ്റിൽ തന്നെ ഡ്രാമ ക്യൂൻ എന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ അനുമോൾ ആ ഷോയിൽ എടുത്തത് ഡെഫിനറ്റ്ലി അനുമോൾ കണ്ടൻറ്റ് കൊടുക്കുമെന്നറിയാം. അനുമോളുടെ കണ്ടൻറ്റ് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും എന്നറിയാം. കാരണം അത്രയും മോഡേൺ ആയിട്ട് അല്ലാത്ത ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സീരിയൽ നടി, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് മിനി സ്ക്രീനിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കലും സമൂഹം ഭയങ്കര വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പോലും അവിടെ സർവൈവ് ചെയ്തിട്ടില്ല. എല്ലാവരും നെഗറ്റീവായിട്ട് അവർക്ക് ഉള്ള സീരിയൽ പോലും ഇല്ലാതെ പുറത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അനുവിനെ സംബന്ധിച്ച് ഈ പേടി അകത്തുണ്ട്. അനു ഈ സീസണിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുറച്ച് ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്. ഏകദേശം ഒരു ലോണും ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 31 lakhs ഹോം ലോൺ ഉണ്ട്. അടിച്ചിരുമ്പോഴത്തേക്ക് 72 lakhs ആവും. ആ 72 lakhs എന്ന ബേർഡൻ വരാതിരിക്കാൻ വേണ്ടി ലോൺ പ്രീപേ ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അനുമോൾ പോയത്. കാരണം അനുമോൾക്ക് ഈ ലോൺ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരി ആൾക്കാർ ഫോഴ്സ് ചെയ്തിട്ട് കാർ എടുത്ത് ലോൺ എടുത്തു, വീട്, അങ്ങനെ ആൾക്കാർ പറഞ്ഞ് എന്തെങ്കിലും അസറ്റ്സ് വേണ്ടതെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ട് ഇപ്പം നമ്മളോട് തന്നെ നമ്മളെന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിനക്ക് വീട് എടുത്തൂടെ, കാർ എടുത്തൂടെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പലരും, ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രനെ പോലത്തെ പല ആൾക്കാരും അവരോട് പറഞ്ഞിട്ടാണ് അവർ കാർ എടുത്തത്, കാർ എടുത്തത്. ആ ഓടി നടന്ന് ആ കാറിൻ്റെ ലോൺ അടച്ചു വിട്ടുന്ന സമയത്താണ് വീടിന് ലോൺ വന്നത്. അതിനിടയ്ക്ക് സ്റ്റാർ മാജിക് എന്നുള്ള ഷോ തീർന്നു. അതിനുശേഷം അനുമോളെ അധികാരം കണ്ടിട്ടില്ല, ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങൾ മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ സഫറിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് ഈ ഷോയിലേക്ക് പോയത്. അപ്പോൾ ഈ ഷോയിൽ നിന്ന് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ കണ്ടസ്റ്റൻസിനെ പോലെ ആ കരിയർ അവസാനിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. അതിനെ നമ്മൾ വിളിക്കുന്ന ടേമാണ് ORM, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്. സോ എല്ലാവർക്കും റെപ്യൂട്ടേഷൻ ഉണ്ട്, എനിക്കും നിങ്ങൾക്കും അവിടെ ഇരിക്കുന്ന ലാലേട്ടനും അനുമോൾക്കും എല്ലാവർക്കും ഉണ്ട്. ആ റെപ്യൂട്ടേഷൻ പോവാതെ നോക്കുന്നതും ആ റെപ്യൂട്ടേഷൻ ഒരു കളങ്കം വരാതിരിക്കുന്നതും. ബിക്കോസ് ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ സീസണിൽ പോയിട്ടുണ്ട്, അവരുടെ റെപ്യൂട്ടേഷൻ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ട്. ആ ഡാമേജ് അനുമോൾക്ക് വരാതെയും പിന്നീട് അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അവിടെയുള്ള. കാരണം ഈ സീസണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനുമോൾക്കുള്ള അത്ര ഫാൻ ബേസ് വേറൊരു കണ്ടസ്റ്റൻ്റ് ഇല്ലാതെ പോയി. അപ്പോൾ ആരവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വെൽക്കമിങ്, ഒരു പബ്ലിക് വെൽക്കമിങ്, അല്ലെങ്കിൽ ഏതൊരു കണ്ടൻറ്റ് അനുമോൾ ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് റീച്ച് ആവുന്നത് അനുമോൾക്ക് ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഏത് യൂട്യൂബേഴ്സും അനുമോൾ എന്നൊരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വ്യൂവർഷിപ്പ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അനുമോളെ നെഗറ്റീവോ പോസിറ്റീവോ, ഇപ്പോൾ കഴിഞ്ഞ ഞാനൊരു യൂട്യൂബർ ഇപ്പോൾ 95 ദിവസമായല്ലോ, ആ 95 ദിവസത്തിൽ 60 ദിവസം അനുമോളാണ് കണ്ടൻറ്റ്. നമ്മൾ ഓരോ ദിവസം ആരാണ് കണ്ടൻറ്റ് എണ്ണി നോക്കിയപ്പോൾ 60-65 കണ്ടൻറ്റാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് എല്ലാവരും അത് ഓടിക്കുന്നത്. ഈ സീസൺ മൊത്തം അനുമോളായിരുന്നു, വേറെ ഒരു കണ്ടൻറ്റ് അവിടെ വർക്കായിട്ടില്ല. അപ്പോൾ അനുമോൾ ചെയ്യുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും നെഗറ്റീവും എല്ലാ ആൾക്കാരും എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചിലപ്പോൾ ആ ഒരു പ്രൊഫൈൽ കിട്ടുന്നില്ല. അതാണ് കാരണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഒരു ഡാമേജ് കൺട്രോളാണ്. പിന്നെ PR എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് റിലേഷൻ വർക്ക്സ് ആണ്. ഇപ്പോൾ ഞാനൊരു കണ്ടസ്റ്റൻ്റാണ്, ഞാൻ ചെയ്യുന്ന കണ്ടൻസ് എപ്പിസോഡിൽ വന്നില്ലെങ്കിൽ അത് ലൈവിൽ നിന്ന് എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊസീജിയറാണ് PR എന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് വേറെ ഏതെങ്കിലും മീഡിയം യൂസ് ചെയ്യാം. ഇപ്പോൾ ചില കോൺട്രവേഴ്സീസ് നമുക്ക് ഒരു അറ്റവും മൂല്യമില്ലാതെ കാണാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള ഇനീഷ്യൽ വീക്കിൽ വന്ന സാധനം, അത് ലൈവ് കണ്ടവർക്ക് അറിയാം. അനുമോൾ ഉദ്ദേശിച്ചത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, അക്ബറിനെ കാണുമ്പോൾ പേടിയാവുന്നു. പക്ഷേ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് മാത്രം എഡിറ്റ് ചെയ്തിട്ടാണ് എപ്പിസോഡിൽ വന്നത്. അപ്പോൾ അത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് അക്ബറിൻ്റെ നോട്ടം വേറെ രീതിയിലാണ്, മോശം രീതിയിലാണ്. അപ്പോൾ അത് ആളുകളുടെ ഇടയിൽ അതൊരു നെഗറ്റീവ്. അങ്ങനെ അനുമോളെ പോലൊരു ഫേമസ് ആൾ, ഒരു അത്രയും ഫേമസ് അല്ലാത്തൊരു അക്ബർ എന്നൊരു കണ്ടസ്റ്റൻറ്റ്, സ്ട്രഗിൾ ചെയ്യുന്നൊരു കണ്ടസ്റ്റൻറ്റ്, സിംഗർ, അയാൾക്ക് അങ്ങനെ വലിയ പ്രൊഫൈലില്ലാത്ത ഒരാളാണ്. അയാൾ അവിടെ വന്നേക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്നേക്കുന്ന ഒരു ഫെയിമിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് സംഭവിക്കുന്ന ഡാമേജ് വളരെ വലുതാണ്.
പക്ഷേ ആ എഡിറ്റിംഗ് ടീം ചെയ്തത് എന്താണ്, ആ കണ്ടന്റ് ഈ രീതിയിൽ പ്രചരിപ്പിച്ചു, അക്ബറിന് ഒരു ബാഡ് ഇമേജ് കൊടുത്തു. മനസ്സിലായോ? അക്ബറിന് ഏത് സമയത്ത് ബാഡ് ഇമേജ് കൊടുത്തത്? ഓൾറെഡി രേണുസുധിയുടെ വിഷയത്തിൽ പുള്ളിക്കാരൻ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞതിന് ശേഷം നെഗറ്റീവ് ആയ സമയത്താണ് ഇതും കൂടി പോയത്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് എന്താ ചെയ്തത്? ലാലേട്ടൻ വന്നിട്ട് അത് ക്ലിയർ ആയി കൊടുത്തു. എന്തുകൊണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു? അപ്പോൾ അനുമോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അനുമോൾ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചോദിച്ചു, അങ്ങനെ പറഞ്ഞു, ബബ്ബ പഠിക്കുന്നുണ്ട്. ശരിക്കും സംഭവിച്ചത് ഇതാണ്. അത് നമ്മൾ ലൈഫ് ഫീഡിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ചില ആൾക്കാർക്കെങ്കിലും അത് മനസ്സിലായത്. ഇതേപോലെ പലതും, കാരണം ആ ഷോയിൽ ഇറങ്ങിയ പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത് കൂട്ടിയൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അതായത് എൻ്റെ മോൾ ഷൈൻ ആ ഷോന് 2 മണിക്കൂർ കട്ട് ചെയ്യുന്നു, ആ 2 മണിക്കൂർ ഷോ 45-50 മിനിറ്റായിട്ട് ഏഷ്യൻ്റെ കട്ട് ചെയ്യുന്നു, പലതും കട്ട് ചെയ്താൽ പോകുന്നത്. കാരണം അത്രയും കാണിക്കുള്ള വകുപ്പില്ല, എല്ലാവരും കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന മെയിൻ കണ്ടന്റ് ചൂസ് ചെയ്തവർ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് എഡിറ്റിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും. അത് പർപ്പസ്ഫുള്ളി ആകാം, ചിലപ്പോൾ ആക്സിഡൻ്റലി ആവാം. അപ്പോൾ അത് ജനങ്ങളിൽ കൂടുതൽ ആൾക്കാരും കാണുന്ന എപ്പിസോഡാണ്. ലൈവ് വളരെ ചുരുക്കം പേരെ കാണുന്നുള്ളൂ. അപ്പോൾ എപ്പിസോഡിൽ നിന്ന് തെറ്റിദ്ധാരണകൾ വരാതിരിക്കാനും ഇനി അഥവാ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാനും നമുക്കൊരു PR ORM വേണം. ആ ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. സോ എക്സാക്ട്ലി PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര മാഫിയ ഒന്നുമല്ല, ഇങ്ങനത്തെ വർക്ക്സ് ആണ് പോകുന്നത്. ഇപ്പം എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ഇപ്പം കഴിഞ്ഞ ദിവസം ബിൻസി അനുമോളോട് പറഞ്ഞൊരു കാര്യം, PR ഉള്ളതുകൊണ്ട് മാത്രമാണ് അനുമോള് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളതെന്നാണ്. എനിക്ക് തോന്നുന്നു PR ഉണ്ടായിട്ടുള്ള ആളുകൾ എവിക്റ്റഡ് ആയി പോയിട്ടുണ്ട്. അപ്പം PR ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചേക്കാൻ പറ്റുമോ? അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കണ്ടസ്റ്റൻ്റ് അകത്ത് കയറി നമ്മളുടെ കണ്ടൻസ് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ടൻസാണ് നമ്മളെ ഹീറോ ആക്കുന്നത്. നമ്മളെ പറ്റിയുള്ള ചർച്ചകളാണ് നമ്മൾ ഹീറോ ആക്കുന്നത്. അനുമോളെ പറ്റിയുള്ള ചർച്ചകൾ വന്നു, അനുമോൾക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടി, മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു. ഇപ്പോൾ RJ ബിൻസി എന്ന വ്യക്തി നല്ല കണ്ടസ്റ്റൻ്റാണ്, നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള, കുറച്ച് നാൾ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അവരെ പറ്റി ചർച്ചകളൊന്നും പുറത്ത് വരാത്തിടത്തോളം കാലം അവർക്ക് വോട്ടുകൾ വരില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ വോട്ടുകൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മളെ ആൾക്കാർ 2 ആഴ്ച കൊണ്ട് മനസ്സിലാക്കണമെന്നില്ല. നമ്മളെ കണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നത്. ഇനീഷ്യലായി ഷോ കണ്ട കുറച്ച് ആൾക്കാരുള്ളൂ. അവരെല്ലാവരും ആദ്യമേ വോട്ട് ചെയ്ത ആർക്കൊക്കെയാണ്? ഷാനവാസ്, അനുമോള്, പിന്നെ കുറച്ച് നൂറ, അതിൽ അങ്ങനത്തെ ആൾക്കാർക്കാണ് വോട്ട് ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവർ എവിക്റ്റായി. ഓക്കെ, അപ്പോൾ PR ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിൽക്കണമെന്നില്ല. അവിടെ കണ്ടന്റും കൊടുക്കണം, ചർച്ചകൾ ഉണ്ടാവണം, നെഗറ്റീവോ പോസിറ്റീവോ. ഇപ്പോൾ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആൾക്കാർ അവിടെ നിലനിർത്തും, പോസിറ്റീവ് കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിലനിർത്തും. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റസ്മിൻ ബായ് നല്ലോണം നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കിയാണ്, പക്ഷെ അവൾ എത്ര ദിവസം നിന്നു? അതേപോലെ പലരും ഇപ്പോൾ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുക. കാരണം ആ ഷോയിലൊരു വില്ലൻ വേണം, ആ ഷോയിൽ ഹീറോ വേണം, കൊമേഡിയൻ വേണം, ഇത് കുറേ ക്യാരക്ടേഴ്സ് വേണം എല്ലാ ഷോയിലും. ആ ക്യാരക്ടേഴ്സിനെ അവർ നിലനിർത്തുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള ആൾക്കാർ അവരെ എവിക്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഷോ കൊണ്ടുപോകുന്നുണ്ട്. സോ അവരാണ് ഷോ മേക്കേഴ്സ്, അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഇന്നലെ വന്ന സായി കൃഷ്ണൻ്റെ വീട്ടിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അനു ഒരു കടലാസിൽ ഒരു നമ്പർ ആദിലേക്ക് കൊടുക്കുന്നു. ഇപ്പം അതിനെങ്ങാനും ഔട്ട് ആവുകയാണെങ്കിൽ 100 സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അതിപ്പം ഫാമിലിയുടെ ആണോ PR-ൻ്റെ ആണോ ആരുടെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 2, അക്ബറിന് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും വൈറ്റ് വാഷ് ചെയ്യാണ്, സോ ഒരു ഡീഗ്രേഡ് എന്ന രീതിയിൽ ഇതും കൂടി ഒന്ന് ഇൻഫോം ചെയ്യണമെന്നും കൂടി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡീഗ്രേഡ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അഭിനയം ആയിരിക്കാം എന്നായിരിക്കും ആളുകൾ കൈ ചൂണ്ടുന്നത്. സോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, അനുവിന് എൻ്റെ നമ്പർ അറിയുമെന്നല്ല എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അത് ഓർത്തിരിക്കാൻ സാധ്യത ഇല്ല. ഇത്ര ദിവസമൊക്കെ ഓർത്ത് എൻ്റെ നമ്പർ കാണാപ്പാടം പഠിച്ച് 100 ദിവസം കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് അത് പുള്ളിക്കാരി പറഞ്ഞത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പുള്ളിക്കാരിക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തന്നെ ആ ടിഷ്യൂ പേപ്പർ നമ്മളെയും കണ്ടിട്ടില്ല. അതിലേക്ക് അത് വച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കായിരുന്നു. എന്താ ഇത് നമ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാതെ എൻ്റെ നമ്പറാണോ, ചിലപ്പോൾ ചേച്ചിയുടെ നമ്പർ ആയിരിക്കും, എന്തായിരിക്കാം. പക്ഷെ അവിടെ അനു പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 സപ്പോർട്ട്, നീ എപ്പോഴെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ 100 വേണ്ടി ഇന്നാളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അനുവിൻ്റെ ഒരു നല്ല മനസ്സാണ്. അത് 100യോട് ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ ആദിലോട് ഇഷ്ടം കൊണ്ടാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? മനസ്സിലായി? ഒരാൾ കണ്ടസ്റ്റൻ്റ് പറയണം ഇന്ന ആൾ ഹെൽപ്പാക്കുക, ഇന്ന ആൾ ഇങ്ങനെ കയറണം, അതിന് ഞാൻ ഇന്ന ആളുടെ നമ്പർ തരാം, ഇന്ന ആൾ കയറട്ടെ, അല്ലെങ്കിൽ നീ കപ്പടിക്കുന്ന വരെ അനു പറഞ്ഞു. അനുവരയോട് ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് നോക്കുമ്പോൾ പോസിറ്റീവ് നോക്കണം.
അപ്പോൾ അനുമോൾ അവിടെ പറഞ്ഞൊരു ഇൻറ്റൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അനുമോൾ അത് പറഞ്ഞത് എന്തിനാണ്, നൂറയുടെ ഒരു സക്സസ് ഉണ്ട്, പക്ഷെ അത് ആദ്യം അതെടുത്തിട്ട് വീണ്ടും അനുവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇട്ടു. അത് പറഞ്ഞോ ഇല്ലയോ നമുക്കറിയില്ല, ഈ നമ്പർ എഴുതി കൊടുത്തോ ഇല്ലയോ നമുക്കറിയില്ല. ആദില പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അനുവിൻ്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ നമുക്ക് പിന്നെയും അനുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഇൻറ്റൻഷൻ നൂറേനെ സേഫ് ആക്കാനോ നൂറേനെ വിജയിപ്പിക്കാനോ ആണ്. സ്വന്തം വിജയം വേണ്ടെന്ന് വെച്ച് വേറൊരാളെ വിജയിപ്പിക്കാൻ വേണ്ടി അനു അത് പറയുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ അനു കൊടുത്തിട്ടുണ്ട്. അവർ തിരിച്ച് കൊടുത്തിട്ടില്ല അത്. അതുകൊണ്ട് അനുവിനെ അങ്ങനെ എടുത്തിടുകയാണ് എല്ലാ സമയത്തും. ഇങ്ങനെ അനുവിനെ ഓരോ സമയത്ത് എടുത്തിടുന്നുണ്ട്. അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ അക്ബറിൻ്റെ കേസിൽ ഈ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് പറയുന്നത് അനുമോൾക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞതായിരിക്കാം. അത് പുറത്തും പബ്ലിക് പറഞ്ഞതാണ്. പല വീക്കെൻഡ് കഴിയുമ്പോഴും പല പേജുകൾ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അനീഷിൻ്റെ ആർമി പേജിലാണ് ഞാൻ അക്ബറിനെ വൈറ്റ് വാഷ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് വന്നത്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അക്ബറിനെയും സെർഗോ സാറിനെയും വെച്ചിട്ടുള്ള പോസ്റ്റുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ഗ്രൂപ്പിൽ അനീഷ് ആർമിയിൽ വന്ന പോസ്റ്റുകളാണ് കേട്ടോ അതൊക്കെ. ഇതെല്ലാം അയച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തത്, ഇന്ന ആൾക്കാരാണ് ഇതിൻ്റെ പുറകെ കളിക്കുന്നത്. അപ്പം എനിക്ക് റിപ്ലൈ തരും, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഇതെല്ലാം തിരിച്ച് എൻ്റെ മേലെ വരുമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് അനുമോൾ അത് പറഞ്ഞത് അനുമോളുടെ ഒപ്പീനിയനാണ്. അനുമോൾക്ക് അവിടെ അക്ബർ ചെയ്യുന്നതൊന്നും പുറത്ത് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം, അല്ല അക്ബറിനെ ഭയങ്കരമായിട്ട് വെള്ളപൂശുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് നീ പ്രതികരിക്കണമെന്ന് പറഞ്ഞത് അത് അനുമോളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പ്രതികരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് സംസാരിക്കുന്നത് ആദിലയാണ്. അപ്പം അനു അതൊരു ഞാൻ പറഞ്ഞു, ഈ ഫ്രണ്ടിനോട് പറയുന്ന സ്വകാര്യങ്ങളാണ് ഇതെല്ലാം വന്നിട്ട് വേറെ രീതിയിൽ അനുവിന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് അനുവിൻ്റെ മുമ്പിൽ വെച്ച് അത് ചെയ്യണമായിരുന്നു. മനസ്സിലായോ? അനു ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് അതിലിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബോംബ് വന്ന് പൊട്ടിക്കുമ്പോൾ അത് ബാധിക്കുന്ന അനുവിനെ മാത്രമാണ്. മറ്റുള്ളവർക്ക് അത് ബെനിഫിറ്റാണ്. മറ്റുള്ളവർക്ക് അത് അനുവിനെ കാണുന്ന ഇപ്പോൾ എന്താണ്, 16 ലക്ഷത്തിൻ്റെ PR കൊടുത്ത് വന്നവൾ. അനുവിൻ്റെ PR ഭയങ്കര ടോക്സിക്കും, മറ്റുള്ള ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്ന, മറ്റുള്ള ഫാമിലീസിനെ അറ്റാക്ക് ചെയ്യുന്ന PR. ഒരിക്കലും ഒരു PR അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അനുവിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. വേറൊരു ഫാമിലീനെ പോയി അറ്റാക്ക് ചെയ്യുക, ഫാമിലിയിൽ പോയി ഇത് ചെയ്യുക. അത് ബിക്കോസ് ഞാൻ അതാ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റിന് റെഡിയാണ്. അത് ആരൊക്കെ ചെയ്യുന്നു അത് കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ ഒരു പ്രോപ്പർ PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിന്നർ ആകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആര്യനായിരുന്നു. ആര്യൻ്റെ എവിക്ഷൻ അതൊരു ആര്യൻ്റെ എവിക്ഷൻ ഞാനും പ്രതീക്ഷിച്ചില്ല. കാരണം ആര്യൻ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്, കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ബാഡായിട്ടുണ്ട്, ഗുഡായിട്ടുണ്ട്, ഹീറോ ആയിട്ടുണ്ട്, കൊമഡിയൻ ആയിട്ടുണ്ട്, എൻ്റർടൈനർ ആയിട്ടുണ്ട്. സോ ആര്യൻ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ് ആയിരുന്നു. അതേപോലെ തന്നെ നെവിൻ നല്ലൊരു ബിഗ് ബോസ് പാക്കേജാണ്. ആദില നല്ല ഗെയിമറാണ്. ഇങ്ങനെ കുറച്ച് ഇത് ചെയ്യുന്നത് അത് ഗെയിമായിട്ടാണെങ്കിൽ ആദില ഈസ് എ ഗുഡ് ഗെയിമർ. അനു ഭയങ്കര നല്ലൊരു സർവൈവറാണ്. എൻഡ് ഓഫ് ദ ഡേ ഈ സർവൈവറെ ജയിക്കത്തുള്ളൂ. അതായത് നമ്മൾ സർവൈവ് ചെയ്യുന്ന, നമുക്ക് കുറച്ച് ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചലഞ്ചസ് ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത്, ഇപ്പം ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, അനു ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ക്രൗഡ് അതിന് ഉത്തരം തരും. മനസ്സിലായോ? അത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ ഒരു PR-ൻ്റെ ബലത്തിലോ PR-ൻ്റെ വോട്ടിലോ ഒരാളും ജയിക്കില്ല. ആ ക്രൗഡ് ജയിപ്പിച്ച് ചെയ്യുവാണത്. അത് നിങ്ങൾക്ക് ഞായറാഴ്ച ഫിനാലെ കഴിഞ്ഞ് തിങ്കളാഴ്ച അനു ഇറങ്ങുന്ന എയർപോർട്ടിൽ ആ ഉത്തരം ഉണ്ടാവും. അന്ന് നിങ്ങളെല്ലാവരും PR-ൻ്റെ ബലത്തിലല്ല അനു ജയിച്ചതെന്ന് നിങ്ങൾ മാറ്റി പറയും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇപ്പോൾ ഒരു PR വർക്ക് ഇല്ലെങ്കിലും വിന്നറാകാൻ സാധ്യതയുണ്ടോ? PR വർക്ക് ഇല്ലെങ്കിലും വിന്നറാകാൻ സാധ്യത വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് പുറത്ത് വരണം. നമ്മുടെ കണ്ടൻറ്റ് പുറത്ത് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചത്ത് കണ്ടൻറ്റ് ഉണ്ടായിക്കോട്ടെ, അത് വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനോട് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു ഫാൻ ബേസ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഗുഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബാഡായിട്ട് പ്രൊജക്റ്റ് ആവുന്നുണ്ടോ, ഞാൻ ബാഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഗുഡായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടസ്റ്റന്റ് അറിയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് സബ്ജക്റ്റീവാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ ആൾക്കാർ എടുക്കണം എന്നുള്ളത് സബ്ജക്റ്റീവാണ്. ഞാൻ പറയാം, അനുമോള് ഭയങ്കര വലിയ ഗെയിമറായിട്ടല്ല ഇപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അനുമോളെ പുറത്തും അകത്തും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ സപ്പോർട്ട് കിട്ടുന്നത്. കാരണം നമുക്ക് അനുമോളുടെ പേജിൽ നിന്ന് മെസ്സേജിൽ നിന്ന് ലൈവ് കാണാൻ പേടിയാവുന്നു. അനുമോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനുമോള് പോകുമ്പോൾ പേടിയാണ്, അവരെന്താണ് ഇനി അടുത്ത അനുമോളോട് ചെയ്യാൻ പോണേന്ന്. അങ്ങനെയൊക്കെയാണ് നമുക്ക് റിപ്ലൈ വരുന്നത്, മെസ്സേജസ് വരുന്നത്. സോ ആൾക്കാർ കൺസേൺഡ് ആണ്. അനുമോൾ അത്രയും അനുമോളുടെ ഫാമിലിയോ ഞാനോ എല്ലാവരും ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ് അനുമോൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് ആ പെണ്ണ് അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു വിന്നറാണ്. ഗെയിം കളിച്ചാലില്ലെങ്കിലും ഒരു ടാസ്ക് വിൻ ചെയ്തില്ലെങ്കിലും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ സർവൈവർ വിൻ ചെയ്യും.
ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു ഈ വോട്ട് മറിക്കൽ, വോട്ട് മാനിപ്പുലേറ്റ്. ശരിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അത് വോട്ട് മറിക്കലല്ല. അതായത് ഞാൻ അവിടെ ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ്, എനിക്ക് അത്ര ജനസമ്മതി ഇല്ല, പക്ഷെ എനിക്ക് ഈ ആഴ്ച പോകണ്ട. ചിലപ്പോൾ ജനങ്ങളിലേക്ക് എൻ്റെ ആ കണ്ടന്റ് എത്താത്തതുകൊണ്ടോ എനിക്ക് ചിലപ്പോൾ ഒരാഴ്ച എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അതായത് ഇപ്പോൾ നമ്മൾ വോട്ട് ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ആ ഇനീഷ്യൽ സമയത്ത് നമ്മൾക്ക് അവിടെ നിലനിന്ന് പോകാൻ അത് എല്ലാവരുടെ അവകാശമാണ്. എനിക്കിവിടെ ഒരാഴ്ച കൂടെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് പറ്റ് ആദ്യത്തെ ആഴ്ച ഔട്ട് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ നിലനിർത്താൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ, അതായത് എല്ലാവരും ജോലി എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരാൾ 100 വോട്ട് പിടിച്ചിരുന്ന ഒരാൾ ഫ്രീ ആയിട്ട് പിടിച്ചുതരും. അയാൾ റോട്ടിലിറങ്ങി 100 പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾ വിളിച്ച് 100 പേരെ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കോൺടാക്ട് ചെയ്ത് 100 പേരെ വിളിച്ച് ഇത് ചെയ്യണം. ആ സമയത്ത് നമ്മളൊരു 10 പേർക്ക് ഒരു 2000-3000 കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അത് അയാളെ നിലനിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്കൊരു വർക്ക് തരികയാണ്, ഇന്ന ആളെ ഒരാഴ്ച നിലനിർത്തണം. ആ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആൾ ചെയ്യും, അല്ലേ? അപ്പോൾ ഇത് ഞാൻ പക്ഷേ വോട്ട് കയറ്റി കൊടുക്കുന്നത്, വോട്ട് മറിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലും മുമ്പത്തെ സീസണിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പേരടക്കം ഞാൻ പറഞ്ഞാണ്, വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് അവർ വോട്ട് മറിച്ച് തരും നമുക്ക് ക്രൂഷ്യൽ ടൈമിലൊക്കെ. പക്ഷെ അത് മാക്സിമം 2000-3000 വോട്ട്. അതിൽ കൂടുതൽ വോട്ടിലൊന്നും നമുക്ക് ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എങ്ങനെയാണ് വോട്ട് മറിക്കുക? ഇപ്പോൾ ഇന്നലെ തന്നെ സായി പറഞ്ഞു, അനുമോളുടെ ചേച്ചി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇത് ചെയ്യുന്നു, എന്ത് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൽ 2 കാര്യങ്ങൾ ക്ലിയറായി. പബ്ലിക് പറയുന്ന പോലെ 16 ലക്ഷം രൂപ PR ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്ര രൂപയ്ക്ക് വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെന്താണ്, അവരുടെ നാട്ടിൽ ഏറ്റവും ക്രൗഡ് വരുന്ന സ്ഥലത്ത് അവർ പോയി നിന്നു. അവർ ഹോസ്പിറ്റലിനകത്ത് പോലുമല്ല പോയത്. പുറത്ത് നിന്നിട്ട് വരുന്ന ആൾക്കാർ, ബൈസ്റ്റാൻഡേഴ്സും അവരെ പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അവരെ വന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അനുവിൻ്റെ ചേച്ചിയല്ലേ എന്നൊക്കെ വന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് വോട്ട് ചെയ്യുമോ, നമുക്ക് ആരും ഫോൺ തട്ടിപ്പറിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ റിക്വസ്റ്റ് ചെയ്യാം, ഒന്ന് വോട്ട് ചെയ്യുമോ, വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് തെറ്റ്. കൂടിപ്പോൾ എത്ര വോട്ട് കിട്ടും? 100-200. അത് അവരവിടെ നിന്ന് ചെയ്യുന്നത് അവരുടെ അനിയത്തിക്ക് വേണ്ടിയാണ്. അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യും. ഇപ്പോൾ മെട്രോയിൽ, ഇപ്പോൾ നിങ്ങൾ എടപ്പള്ളി മെട്രോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വോട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടസ്റ്റൻ്റെ പേര് പറയുന്നില്ല. ലുലു മാളിൽ, ഫോറം മാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വോട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. തൃശ്ശൂരുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും വോട്ട് റെഡിയാക്കി വെച്ച ആളുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, നമ്മൾ ഓൾറെഡി അനുവിൻ്റെ ചേച്ചി ഇതുപോലെ ഒരു കോളേജിൽ പോയപ്പോഴേക്കും ഇങ്ങനെ വോട്ടിന് വേണ്ടി ഇങ്ങനെ കോളേജിൽ പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനോട് ഇവിടെ കളക്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇന്ന ആളുടെ ആൾക്കാർ വന്ന് പോയതുള്ളൂ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് മോശമല്ല. ഇപ്പോൾ അനീഷിൻ്റെ ആൾക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്, അക്ബറിൻ്റെ ആൾക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്, GCC വോട്ട്സ്, അവിടുത്തെ വോട്ട്സ്, ഇവിടുത്തെ വോട്ട്സ്, മതപരമായ വോട്ട്സ്, ജാതീയപരമായ വോട്ട്സ്. അപ്പോൾ ഇതെല്ലാം ഒരു വോട്ട് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്, വോട്ട് ചെയ്യും ഇന്ന ആൾക്ക് വേണ്ടി. അതിനെന്താ തെറ്റെന്താ? ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അവിടെ സർവ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ പലതും നടക്കും. പക്ഷെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഒരു വോട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? 10-20 വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്കൊരു 10 പേരെ പർച്ചേസ് ചെയ്ത് ഇത്രയും കിട്ടും. പക്ഷേ ഭയങ്കര പാടാണ് അത്ര ആൾക്കാർ. ഇപ്പോൾ ഞാൻ തന്നെ, നിങ്ങൾ 3 പേരുണ്ട്, 3 പേരോട് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ? ഒരാൾ പറയും ഞാൻ വോട്ട് ചെയ്യാറില്ല എന്ന് പറയും, ഒരാൾ പറയും ഞാൻ ഓൾറെഡി വേറെ ആൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയും, ഒരാൾ പറയും ഞാൻ വേറൊരാൾ പറയുന്നതനുസരിച്ച് റിക്വസ്റ്റ് അനുസരിച്ചും വോട്ട് ചെയ്യാൻ മാത്രം സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളാണോ? മനസ്സിലായോ? അപ്പോൾ ഇത് ഭയങ്കര പാടാണ്. കൂടി അത്ര സമയം നഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരോട്, നമ്മൾ എന്തിനാ അങ്ങനെ സമയം ഇതാകണം. അനുവിൻ്റെ പേജിൽ ചുമ്മാ ഇരുന്നാൽ മതി, ചുമ്മാ പോയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് ഡെയിലി 10,000 കണക്കിനോ ലക്ഷക്കണക്കിനോ വോട്ടുകൾ അതിന് കിട്ടാം. പക്ഷെ അവർ ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇറങ്ങി അവരങ്ങനെയാണ്. അവരുടെ അച്ഛൻ രാവിലെ ഇങ്ങനെ കവലയിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അവരുടെ ഒരു സിസ്റ്റമാണ്. അവർ ഈ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാലും കയറ്റി ഇരുന്നാൽ മതി. ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഇറങ്ങി വോട്ട് പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്താണ് ജയിപ്പിക്കേണ്ടത് നമുക്ക്. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ, ഈ ഇന്റർവ്യൂ PR ആണോ? അല്ലല്ലോ, എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്നെ എന്തിനാ വിളിച്ചത്? ഇങ്ങനെ കുറച്ച് അഭ്യൂഹങ്ങളുള്ളതുകൊണ്ടല്ലേ? ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇതും PR ആണ്, ഇത് അത് വേറെ രീതിയിൽ അത് വരും. ഇപ്പം തിരിച്ചു കയറിയ കണ്ടസ്റ്റൻസ് എല്ലാം അനുമോളെ ടാർഗറ്റ് ചെയ്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അവർക്കുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത്, അപ്പാന് ശരത്ത് പറയുന്നുണ്ടായിരുന്നു, തിരിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ല. അതായത് നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ
ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്, അവരെങ്ങനെ പ്രതികരിക്കും നമുക്ക് അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിരുന്നു. ഈ ആൾക്കാർ ടോക്സിക് ആവുന്നതും അല്ലാത്ത ആ ഷോൻ്റെ ഒരു ഭാഗമാണ്. ആ ഷോ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഷോയാണ്. ബിഗ് ബോസ് ഷോ ഒരു ടോക്സിക് ഷോയാണ്. ടോക്സിസിറ്റി മാത്രമുള്ള ആ ഷോയിൽ ഒരു PR ആണോ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഒരു എവിക്റ്റഡ് ആയിട്ട് കണ്ടസ്റ്റന്റിനെ പോയി അറ്റാക്ക് ചെയ്യാൻ പറയുന്ന ഒരു PR പറയത്തില്ല. ഒന്നാമത്തെ കാര്യം, അനുമോൾക്ക് വരുന്ന നെഗറ്റീവ് പോലും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത്രയും നെഗറ്റീവ്സ് അത്രയും നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു 50 ദിവസം നമ്മൾ ഇത് തന്നെയാണ് പോസ്റ്റ്, അനുമോൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്ക്. അപ്പോൾ ഇത് നമ്മൾ ആരാ ക്ലെയിം ചെയ്യും? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നത് മസ്താനിക്കാണ്. മസ്താനീനെ സൈബർ അറ്റാക്ക് ചെയ്തത് അനുമോളാണോ? അനുമോളുടെ ആൾക്കാരാണോ? അനുമോൾ മസ്താനായിട്ട് ഒരു റിലേഷനും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ആരെ ക്ലെയിം ചെയ്യണം? ആരെ ബ്ലെയിം ചെയ്യണം? മസ്താനീനെ സൈബർ അറ്റാക്ക് ചെയ്ത് ആരാണ്? അത് ഞാൻ പറയാണ്, അത് അക്ബറിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആര്യൻ്റെ ആൾക്കാരാണ്, അപ്പാനിയുടെ ആൾക്കാരാണ്. നമ്മൾ അവിടെയും പറയുന്നില്ല, ആരും പറയുന്നില്ല, മസ്താനിയും പറയുന്നില്ല. മസ്താനി ആ സൈബർ അറ്റാക്ക് ഫേസ് ചെയ്തു. മസ്താനിയുടെ വിചാരിച്ചുകൊണ്ട്, കാരണം നല്ല ട്രോമ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആരാ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അതും ചിലപ്പോൾ അനുമോളുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വരുത്തും. കാരണം എനിക്ക് മനസ്സിലാകുന്നത്, കാരണം ഇല്ലോജിക്കലായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നതിനാണ് നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ കാണുന്നത് അനുമോൾക്കെതിരെ വരുന്ന ഡീഗ്രേഡിങ് കമൻസാണ് എല്ലാ പ്രൊമോയിലും. ഇതിൽ അനുമോളുടെ ഫാൻസ്, ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ അനുമോളുടെ ഫാൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ പോയി ചീത്ത വിളിക്കാം. അതിൻ്റെ അർത്ഥം അയാൾ അനുമോളുടെ ഫാനാണെന്നല്ല. അയാളുടെ ഉദ്ദേശം വേറൊരാളെ പോയി ചീത്ത വിളിക്കാമെന്ന് മാത്രമാണ്. ബിക്കോസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ നമ്മൾ തമാശയ്ക്ക് കമൻറ്റോളികൾ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ക്രീപ്പായിട്ട് കമൻറ്റ് ചെയ്യുന്ന, വേറൊരാളെ ഡീപ്ലി ഹേർട്ട് ചെയ്യുന്ന. അത് അവരുടെ ഉദ്ദേശം അനുമോളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത്, അനുമോളുടെ ഫാൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനെ ചെയ്യരുത്. ഒരാളെ നമ്മൾ സൈബർ ബുള്ളിങ് ചെയ്യരുത്, സൈബർ അറ്റാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരാൾ മോശം പറയരുത്. ഇതൊരു ഗെയിം ഷോ ആണ്. ഹെൽത്തി ഡിസ്കഷൻസ് എപ്പോഴും നല്ലതാണ്. ഹെൽത്തി ഡിസ്കഷൻ എപ്പോഴും ഒരു ട്രോള് അതിൻ്റെ മുകളിലൊരു ബിലോ ദ ബെൽറ്റ് പോകുന്നത് എപ്പോഴും റോങ് ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല അനുമോളുടെ ഫാൻസ് ചെയ്യുന്നത്. ഞാൻ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നുണ്ട്, അനുമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ അതുപോലത്തെ റോങ് സാധനങ്ങൾ, ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പ് പബ്ലിക് ഗ്രൂപ്പാണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ കണ്ടസ്റ്റൻ്റ് പറഞ്ഞ് ചീത്ത വിളിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അത് കാണാം, വിസിബിൾ ആവാം. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ട് അവരെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ അഡ്മിൻസ് അത്യാവശ്യം വർക്കിംഗ് ആണ്, എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്, ആരെങ്കിലും നെഗറ്റീവ് ഇടുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പ് ഞാൻ റെഡി ടു ചാലഞ്ച്, ഞാൻ ഓപ്പൺ ആക്കി തരാം. അതിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സമ്മതിക്കാം, ഞാൻ ഇന്ന ആളെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു പരിപാടിയും നടക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടി നടത്താനും സമ്മതിക്കത്തില്ല. നമ്മൾ മാക്സിമം, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ കോമഡിയാണ്. അനുമോൾക്കെതിരെ പോസിറ്റീവ് കമൻറ്റ് ഇടാൻ പറഞ്ഞാൽ പോലും ഇടാൻ ആളില്ല. റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിനൊന്നും ആർക്കും ടൈമില്ല. ആൾക്കാർ എല്ലാവരുടെ വിചാരം ആൾക്കാർ ഇത് ഡെഡിക്കേറ്റഡ് ഇരിക്കുകയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ട്, പോസിറ്റീവ് കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് എപ്പോഴും പ്രൊജക്റ്റൈലായിട്ടിരിക്കും. അത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അനുമോൾക്കാണ്. അത് എവിടെയും ഞാൻ 2000 പേജുള്ള ഞാൻ സ്ക്രീൻഷോട്ട്സ് എടുത്തു. 2000 പേജസ് ഫുള്ള് അനുമോൾക്കെതിരെ ഡീഗ്രേഡിങ് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാൻ, ബിക്കോസ് ഇത് എൻ്റെയും കൂടെ ആവശ്യമാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അനുമോളുടെ ആർമിയോ അനുമോളോ അനുമോളുടെ PR ആരായിക്കോട്ടെ അതൊന്നും ഇത് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നലെ അക്ബർ കരഞ്ഞു. അപ്പോൾ അക്ബർ കരഞ്ഞപ്പോൾ എനിക്കും ഫീൽ ആയി. കാരണം അയാളുടെ കരച്ചിൽ ജെന്യൂനാണ്. അയാളുടെ ഫാമിലിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരോ വന്ന് അവിടെ പറഞ്ഞത്. ഡെഫിനറ്റ്ലി അത് റോങ് കാര്യമാണ്. കാരണം അയാളുടെ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആകാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അത് അക്ബർ പറയുന്നത് അനുമോളുടെ PR ഇത് ചെയ്ത് കൂട്ടുന്നു എന്നാണ്. വളരെ അത് നമുക്ക് ഭയങ്കര ഹേർട്ടായി. കാരണം നമ്മൾ ഒരിക്കലും അക്ബറായിട്ടോ, ഞാൻ അക്ബറിൻ്റെ PR ആയിട്ട് ഡയറക്റ്റ്ലി സംസാരിക്കുന്ന ഒരാളാണ്. അവരെന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് അക്ബറിൻ്റെ PR ടീമിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അക്ബറിന് എന്ത് ഹെൽപ്പും എന്നെ വിളിച്ചാണ് ചോദിക്കുന്നത്. ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി. അത് എന്ത് ഹെൽപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ ഫിനാലെ വീക്കാണ്. ഡെഫിനറ്റ്ലി ഞാൻ അവർ അതിന് ഓക്കെയാണ്, അവർ കൺസെൻറ്റ് തരികയാണ്. ഡെഫിനറ്റ്ലി ഞാൻ എന്ത് ഹെൽപ്പാണ് അവർക്ക് ചെയ്ത് കൊടുത്തത് ഞാൻ പറഞ്ഞുതരാം. ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരായിട്ട് നല്ല സൗഹൃദത്തിലുള്ള സമയത്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അത് പുള്ളീനെ ഡൗൺ ആക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ അത് സിമ്പതിയും വർക്കാവാം. പക്ഷെ അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത്രയും ചീപ്പായിട്ടുള്ള പരിപാടികൾ ചെയ്യത്തില്ല, ആരും ചെയ്യത്തില്ല, ഒരു PR ചെയ്യത്തില്ല. അത് ചെയ്തത് കൊണ്ട് ആർക്കും ഗുണമില്ല. മനസ്സിലായി? ഒരാളുടെ ഫാമിലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന ആളല്ലേ മോശമാവുന്നത്. അവരുടെ പേഴ്സണൽ DM ഒക്കെ ചെയ്യുന്നത് വളരെ മോശം കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അക്ബറിൻ്റെ ഫാമിലിക്കെതിരെ വരുന്ന ഒരു സാധനവും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? അപ്പോൾ അതിനെ ഞാനൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നു. അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ബട്ട് അക്ബറിൻ്റെ ഇമോഷൻസിനെ ഞാൻ മാനിക്കുന്നു. അക്ബറിന് വേണ്ടിയും ഇപ്പോൾ ആര്യനെതിരെയും
ഇതുപോലെ കുറച്ച് സൈബർ അറ്റാക്സ് വന്നു. ഞാൻ ആര്യൻ്റെ ഫാമിലിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞാൻ ഇപ്പോൾ ആര്യൻ്റെ പേജ് മാനേജ് ചെയ്ത പൂജിതയൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഡെഫിനറ്റ്ലി അവരിന്ന് അതിനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ലൈക്ക് ബിക്കോസ് ഞങ്ങൾ അത്രയും കണക്റ്റഡ് ആണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലെന്ന് അവർക്കറിയാം. ഞാൻ അക്ബറിൻ്റെ PR ടീമായിട്ട് സംസാരിച്ചു. അവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ വീഡിയോ ചെയ്യാൻ റെഡിയാണ്. സോ ഞാനിവിടെ നിന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ക്ലിയർ ആക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഒരു സൈബർ അറ്റാക്ക്, ഈ സൈബർ ബുള്ളിങ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അക്ബർ, ആര്യൻ, അപ്പാനി അല്ലെങ്കിൽ ഈവൻ അസ്താനിക്ക് വരെ സംഭവിച്ച സൈബർ അറ്റാക്കിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ പേഴ്സണലി എൻ്റെ കാശെടുത്ത് എൻ്റെ കാശ് കൊണ്ട് ഇത് ആരാണ് ചെയ്യുന്നത് ഉള്ളത് പബ്ലിക്കിന് മുമ്പിൽ ഞാൻ കൊണ്ടുവരും. അത് എൻ്റെ ഒരു ചലഞ്ചാണ്. ഞാൻ അതാണ് ഇന്ന് രാവിലെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത്. ഡെഫിനറ്റ്ലി ഇത് ചെയ്യുന്ന ആര് തന്നെയാണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ കൊണ്ടുവരും. ഞാൻ ഓൾറെഡി ഇത് ഡീഗ്രേഡിങ് ചെയ്ത അനീഷ് ആർമീനെയും വേറെയും കുറച്ച് ആൾക്കാരെയും ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവരെ ഞാൻ ഓൾറെഡി പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവരാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഇതിൻ്റെ പുറകിൽ വേറെ ആര് കളിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലീഗലി തന്നെ മൂവ് ചെയ്ത് ഈ അക്ബറിനും ആര്യനും അപ്പാനിക്കും ശൈത്യക്കും എല്ലാവർക്കും ഞാൻ ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കും. കാരണം അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇതിന് ഫൈറ്റ് ചെയ്യാൻ പോകാൻ. പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യാം അവർക്ക് വേണ്ടി. ഇവർക്ക് വേണ്ടി ആര് ഡീഗ്രേഡ് ചെയ്താലും അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കും. അതിന് അവർക്ക് കൃത്യമായിട്ട് ജസ്റ്റിസ് ഞാൻ നേടിയിരിക്കും. അടുത്ത ഇൻ്റർവ്യൂവിന് അതിനുള്ള സാധനം ഞാൻ തന്നിരിക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു 3 മാസത്തെ ഒരു ബിഗ് ബോസ് ഹൗസ് ജേണി, ഇപ്പം നിങ്ങളുടെ PR ആയിട്ട് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രഷറില്ലേ? അതായത് ഇപ്പം സംസാരിക്കും പോലും ആ ഒരു എങ്ങനെ അത് മാനേജ് ചെയ്യണം? ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പോലും, ഇപ്പം ഞാൻ ജസ്റ്റ് വന്ന വഴിക്ക് പോലും അപ്പാനിയുടെ ആൾക്കാരാണ് വിളിച്ചത്. അപ്പാനി ശരത്തിൻ്റെ വൈഫിനെ അനുമോളുടെ ഫാൻസ് എന്ന് പറഞ്ഞ് വിളിച്ച് ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോക്ക്ഡായി. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും തലയിലില്ല. വോട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വോട്ടിൻ്റെ പേരിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യമൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ തലയിലെടുക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ച നമ്പർ തരാൻ പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊരു പോസ്റ്റ് ഇടണം, അപ്പാനി ശരത്തിൻ്റെ വൈഫിനെ ഇങ്ങനെ അനുമോളുടെ ഫാൻസ് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്, അത് തെറ്റാണ്, നിർത്തണം എന്നൊരു പോസ്റ്റ് ഇടണം. ഞാൻ അതേപോലെ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അനുവിൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഞാൻ അപ്പം തന്നെ അത് ആക്ഷൻ എടുക്കുന്ന ഒരാളാണ്. ഞാൻ ആർക്കെതിരെ എന്ത് അറ്റാക്ക് വന്നാലും അപ്പം തന്നെ ആക്ഷൻ എടുക്കും. ഇപ്പോൾ അക്ബറിനെതിരെ വന്നാലോ ശൈത്യക്കെതിരെ വന്നപ്പോഴും ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അപ്പോൾ ശൈത്യ ഒരു ക്ലെയിം ചെയ്തു, ഞാൻ ശൈത്യയുടെ കട്ടപ്പാന്ന് ഞാനാ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ ശൈത്യയുടെ ഫാദറിന് അയച്ചു കൊടുത്തു. ഇത് ഇന്ന ആൾക്കാരാണ് ക്രിയേറ്റ് ചെയ്തത്, ഏഷ്യനെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തത്, ഏഷ്യനെറ്റ് ഇങ്ങനെ 3 പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, എല്ലാം ഞാൻ കൃത്യമായിട്ട് കൊടുത്തു. അപ്പം ഈ സൈബർ അറ്റാക്സിന് ഇട്ട് കൊടുക്കുന്നത് ഈ ഷോ തന്നെയാണ്. പിന്നെ ഈ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാ യൂട്യൂബേഴ്സ് ഞാൻ പറയുന്നില്ല, ചില യൂട്യൂബേഴ്സ് ഫെയർ ആയിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്, ചില യൂട്യൂബേഴ്സ് മാനിപ്പുലേറ്റീവായിട്ട് മറ്റുള്ളവരെ സൈബർ അറ്റാക്ക് ഇട്ട് കൊടുക്കുന്ന ഈ രേവതി ബിഗ് ബോസ്, അതേപോലെ കുറച്ച് ആൾക്കാരുണ്ട്, അതേപോലത്തെ കുറച്ച് ആൾക്കാർ ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഓൾറെഡി നമ്മൾ എക്സ്പോസ് ചെയ്തതാണ്. അപ്പം നമുക്ക് ഇത്രയും ആൾക്കാർ നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ശത്രുക്കളുണ്ടാവാം. അവർ കളിക്കുന്ന ഒരു ഗെയിമാണിത്. ബിക്കോസ് രവിക്റ്റായ ഒരു കണ്ടസ്റ്റൻറ്റിനെ പോയി ചൊറിയാൻ മാത്രം മണ്ടനല്ല ഞാൻ. ബിക്കോസ് ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പോയി അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്ത് അനുമോളെ വീണ്ടും അവർക്ക് ചൊറിയിനിട്ട് കൊടുക്കുന്ന അവസ്ഥ എനിക്കില്ല. എനിക്കറിയാം ഇവർ തിരിച്ചു കയറുമ്പോൾ അനുമോളിട്ട് വറക്കുമെന്ന്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എനിക്ക്, മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആർക്ക് ഫേവർ വരുന്നോ അവരാണിത് ചെയ്തതെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നു ഇപ്പോൾ. പിന്നെ ചില അറിയാലോ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കമൻറ്റ്, മോശം കമൻറ്റ്. അപ്പോൾ ലാലയുടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൽ മോശം കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ മമ്മൂക്കയുടെ PR ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? അത് അവരുടെ ജോലി അതല്ല. ഒരാളുടെ ജോലി, ഒരു PRൻ്റെ ജോലി അയാളെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, വേറെ ആളെ ഡീഗ്രേഡ് ചെയ്യാനുള്ളതല്ല. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ടെങ്കിൽ പഠിക്കാൻ പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. മോളെ അതിനൊക്കെ പോയാൽ നിനക്ക് ഇപ്പോഴുള്ള ഫ്രീ ടൈമും കൂടി ഇല്ലാണ്ടാവേ. ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിലേ മോളെ തെങ്ങുമ്പോ കയറിയിട്ട് തേങ്ങ ഇട്ട് തരുമോ? ഫ്രീ ആവുമ്പോ മതി. മോളെ, ഫ്രീ ടൈമിൽ ഇതൊക്കെ ചെയ്യാനാണോ ആഗ്രഹിച്ചത്? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ വിധി മാറാൻ ഒരു എൻട്രി മതി.